മതത്തെ യഥാർത്ഥ മാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന എൻ്റെ പിഞ്ചുമക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരമകാരുണികനും കരുണാവാരിധിയുമായ സത്താവിന്റെ രക്ഷാ സമാധാനം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. എല്ലാം നശിച്ചു പോയാലും, എല്ലാം ഒലിച്ചു പോയാലും, എന്ത് പരീക്ഷണങ്ങൾ വന്ന് നമ്മളുടെ ജോലികളോ നമ്മളുടെ ഓഫീസുകളോ നമ്മളുടെ ഷോപ്പുകളോ ഒക്കെ പൂട്ടിയാലും, നമ്മൾക്ക് ശേഷിക്കുന്ന തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ നമുക്ക് ഉച്ചരിക്കാനാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥവും ആശയവും വിശാലമായി പറഞ്ഞു തരുന്ന ഒരു കേന്ദ്രത്തിന്റെ മുറ്റത്താണ് നമ്മൾ ഇരിക്കുന്നത്. അൽമനാർ. നമുക്ക് ലഭിക്കുന്ന വെളിച്ചം, പരിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടത് രാത്രിയിലാണ്. പകലൊരുപാട് സമയമുണ്ടായിട്ടും ഖുർആൻ രാത്രിയിൽ അവതരിക്കപ്പെട്ടത് രാത്രിയിലാണ്. നമുക്ക് വെളിച്ചത്തിന്റെ ആവശ്യമുണ്ട്. അത് സമൂഹത്തെ കൂടി അറിയിക്കാൻ വേണ്ടി ആയിരിക്കാം റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ ഒരു സമയം തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മളും ഈ ഖുർആനിനെ കുറിച്ച് പറയുന്നത് പകലും രാത്രിയും കൂടി തന്നെ. സുദീർഘ ഭാഷണ സമയമല്ല ഇത്. എനിക്കൊരു ഭയമുണ്ടായിരുന്നു, ഇത്രയൊക്കെ മരം കോച്ചുന്ന തണുപ്പത്ത് നമ്മൾ പ്രസംഗിക്കുമ്പോൾ ആരെങ്കിലും ഉണ്ടാവോ എന്നുള്ളൊരു പേടിയില്ലായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നല്ല ചൂടുള്ള ഗംഭീരമായൊരു പ്രോഗ്രാമും കൂടെ ബാക്കി ഉണ്ടായത് കൊണ്ട് അത് കഴിഞ്ഞിട്ടേ നമ്മളൊക്കെ പോകൂ എന്നൊരു പ്രതീക്ഷ കൂടിയുണ്ട്. മരം കോച്ചുന്ന തണുപ്പത്ത് അസ്ഥി പോലും ഉരുകിപ്പോകാവുന്ന തണുപ്പ് അനുഭവിച്ചപ്പോൾ സ്വഹാബികൾ തിരുദൂതരോട് ചോദിച്ചു, പ്രവാചകരെ, എന്തിനാണ് ഇങ്ങനെ ഒരു തണുപ്പ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകം റബ്ബിനോട് ചോദിക്കുന്നു, റബ്ബേ, ചൂടുകൊണ്ട് വീർപ്പുമുട്ടുകയാണ്, ഇതിൽ നിന്നൊരു മോചനം ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു മോചനം ലഭിക്കണം. അള്ളാഹു ദീർഘനിശ്വാസത്തിന് അവസരം നൽകി. അതാണ് പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ഒരു വർഷത്തിലെ ഒരു ചൂട്. പ്രവാചകരെ, മരം കോച്ചുന്ന ഈ തണുപ്പിനെ കുറിച്ചാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകം തണുപ്പ് കൊണ്ട് വീർപ്പ് മുട്ടുമ്പോൾ അതിൽ നിന്നൊരു മോചനം റബ്ബിനോട് ആവശ്യപ്പെട്ടപ്പോൾ റബ്ബ് ഒരു തണുപ്പിന്റെ ദീർഘനിശ്വാസം പുറത്തേക്ക് വിടാനുള്ള അനുവാദം കൊടുത്തു. ആ അനുവാദമാണ് ലോകത്ത് ഒരു കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന മരം കോച്ചുന്ന തണുപ്പ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റസൂലുള്ളാഹി ചോദിക്കപ്പെട്ടു, പ്രവാചകരെ, നരകത്തിൽ തണുപ്പോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖുർആൻ ഓതിയിട്ടില്ലേ? സംഹരീറ എന്ന പദം കേട്ടിട്ടില്ലേ? അത് അസ്ഥി ഉരുക്കുന്ന നരകത്തിലെ മരം കോച്ചുന്ന തണുപ്പാണ്. ഈ ഒരു മുറ്റത്തിരുന്നു കൊണ്ട് നരകത്തിലേക്ക് പോകാതിരിക്കാൻ വെളിച്ചത്തിലേക്ക് ക്ഷണിക്കുന്ന ഖുർആനിനെ കുറിച്ച് നമ്മൾ ഓർക്കുകയാണ്. രാത്രി ആകുമ്പോൾ ഈ തണുപ്പ് കാലത്ത് രാത്രി കൂടുതലും പകൽ കുറവുമാണ് പലപ്പോഴും. പണ്ഡിതർ അതിനെക്കുറിച്ച് പറഞ്ഞത്, രാത്രി സമയത്ത് ദീർഘമായി നിന്ന് നിസ്കരിക്കുവാനും പകൽ കുറവാകുമ്പോൾ പകൽ നോമ്പ് നോൽക്കുവാൻ, പരിശുദ്ധ റമളാനിന് മുമ്പാകുമ്പോൾ സ്വഹാബികളും താബിഈകളും നോമ്പിനുള്ള പരിശീലനമായി ഖുർആനും നിന്ന് നിസ്കാരവും പകലിലെ നോമ്പും ഒരു പരിശീലനത്തിന് ഉപയോഗിച്ചിരുന്ന മാസങ്ങളാണ് ഇനി നമുക്ക് എത്തുന്നത് എന്ന് ഖുർആൻ നമ്മളെ ക്ഷണിക്കുന്നത്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. നമ്മളുടെ വീട് സമാധാനത്തിൻ്റെതാണ്. നമ്മളിപ്പോൾ താമസിക്കുന്ന ഫ്ലാറ്റായിരുന്നാലും വീടായിരുന്നാലും അവിടെ സമാധാനമുള്ളത് നമ്മൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ സമാധാനം ഉണ്ടാകുന്നു. നാട്ടിലൊക്കെ പോകുമ്പോൾ അയൽപ്പക്കത്തെ ഫ്ലാറ്റുകാരൊക്കെ പറയും, ഇപ്പോൾ ഈ സമാധാനത്തിൻ്റെതാണ്, ഒരു വന്നാലേ അവിടെ പ്രയാസം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മൾ നിവസിക്കുമ്പോൾ സമാധാനമാണ്. ആ സമാധാന ഗേഹത്തിൽ നിന്ന് നമ്മൾ അടുത്ത സമാധാന ഗേഹത്തിലേക്ക് പോകണം. അതിലേക്ക് നമ്മളെ വിളിക്കുന്നതും നമ്മളെ ക്ഷണിക്കുന്നതും ഖുർആൻ നമ്മളെ ക്ഷണിക്കുകയാണ്. കാരണം അത് നേർവഴിയുടെ സഞ്ചാരമാണ്. അള്ളാഹു നമുക്ക് നൽകുന്ന മാർഗം അത് നേർവഴിയുടേതാണ്. റബ്ബിന്റെ വഴിയിൽ ഒരാൾ സഞ്ചരിച്ചിട്ട്, ഖുർആനിന്റെ വഴിയിൽ ഒരാൾ സഞ്ചരിച്ചിട്ട് ഒരിക്കലും അയാൾ ഒരു വഴി തെറ്റിപ്പോവുകയോ
അദ്ദേഹത്തിന്റെ അന്നം മുടങ്ങുകയോ അദ്ദേഹത്തിന്റെ ഭൗതിക സമ്പാദ്യങ്ങൾക്ക് നഷ്ടം പറ്റുകയോ ചെയ്യുകയില്ല. പ്രത്യക്ഷത്തിൽ നമുക്കങ്ങനെ കണ്ടാൽ പോലും റബ്ബിന്റെ വിധിയിൽ നമുക്ക് അതിന്റെ അവസാനം നമുക്ക് ക്ലിയർ ആകുന്നതാണ്. റബ്ബ് നമ്മളെ ക്ഷണിക്കുന്നത് റബ്ബിന്റെ മാർഗത്തിലേക്കാണ്. ആദർശത്തിന്റെ അത്താണിയാണ് ഗ്രന്ഥം. ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ സർവീസിൽ നിന്ന് റിട്ടയർഡായി വീട്ടിൽ വിശ്രമിക്കുകയാണ്. വീട്ടിൽ വിശ്രമിക്കുമ്പോൾ അവിടെ പലരും കയറി വരാറുണ്ട്, കളക്ഷന് വേണ്ടി വരാറുണ്ട്, ചിലർ ഗ്രന്ഥങ്ങളുമായി വരാറുണ്ട്, ചിലർ ലഘുലേഖയ്ക്ക് വരാറുണ്ട്. അങ്ങനെ പലരും വന്ന് അവരുടെയൊക്കെ ആദർശത്തിലേക്കും ആശയത്തിലേക്കും ഒക്കെ ക്ഷണിക്കും, ബുക്ക് കൊടുക്കും, ലഘുലേഖ കൊടുക്കും, നിങ്ങൾ വരണം എന്ന് പറയും, മീറ്റിങ്ങിന് വരണം എന്ന് പറയും, ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷേ അവിടെ ഒരു കൂട്ടരെത്തിയപ്പോൾ അവർ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതൊരു ഗ്രന്ഥമാണ്, അത് പടച്ചോൻ ഇറക്കി തന്നതാണ്, ഈ ഗ്രന്ഥം നിങ്ങൾ വായിക്കണം, എന്നിട്ട് നിങ്ങൾ ഇതിലേക്ക് വരണം. അയാൾ അത് വായിക്കാൻ തുടങ്ങിയപ്പോൾ അത് ഖുർആനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആ വന്ന 3 ആളുകളെ ഞാൻ പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് ഞാൻ അവരെ അടയാളപ്പെടുത്തി. അവരാണ് യഥാർത്ഥ മാർഗദർശനത്തിലേക്ക് ക്ഷണിക്കുന്നവർ. കാരണം ബാക്കിയുള്ളവരൊക്കെ വന്നപ്പോൾ പലതുമൊക്കെ തന്നു, പക്ഷേ അവർ ഖുർആനിലേക്ക് ക്ഷണിച്ചു. അവർ അവരുടെ പ്രസ്ഥാനത്തിലേക്കല്ല ക്ഷണിച്ചത്, ആ ഖുർആനിലേക്കാണ്. പക്ഷേ ആ പ്രവർത്തകർ ഞങ്ങളുടെ നാട്ടിലെ ഇസ്ലാമി പ്രവർത്തകരാണ് എന്ന് പിന്നീടാണ് നാം തിരിച്ചറിഞ്ഞത്. മുജാഹിദ് പ്രസ്ഥാനത്തിന് ബാക്കിയുള്ള പല പ്രസ്ഥാനങ്ങളും ഉണ്ടായിരിക്കാം, പക്ഷെ അതിൽ നിന്ന് വ്യത്യാസം ജനങ്ങളെ ക്ഷണിക്കുന്നത് ഖുർആനിലേക്കാണ്. എന്താണ് അതിലെ ആദർശം? നസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ശൈഇൻ വഹുദൻ വറഹ്മതൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ. ഗ്രന്ഥം നാം നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. തിബിയാനൻ ലികുല്ലി ശൈഇൻ, എല്ലാ കാര്യങ്ങൾക്കും വ്യക്തതയോടുകൂടെ. വഹുദൻ മാർഗദർശനമാണ്, വറഹ്മതൻ കാരുണ്യമാണ്, വബുശ്റാ ലിൽ മുഅ്മിനീൻ, ഈമാൻ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ ഒരു സന്തോഷ വാർത്തയാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആ വശ്യതയെക്കുറിച്ച്, അതിന്റെ അർത്ഥഗർഭത്തെക്കുറിച്ച് പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത്, നിങ്ങളുടെ യുവത്വത്തിൽ ഞങ്ങൾ ഈമാനിനെ തടുത്തു നിർത്തിയത്, ഉള്ളിൽ നിർത്തിയത് പരിശുദ്ധ ഖുർആനിലെ നരകത്തെക്കുറിച്ചുള്ള ആയത്തുകളാണ്. പിന്നീട് അല്പമൊക്കെ രോഗവും വിഷമവും ഒക്കെ വന്നപ്പോ, ഞങ്ങൾക്ക് പ്രായാധിക്യങ്ങളൊക്കെ വന്നപ്പോ ഞങ്ങളെ പിടിച്ചു നിർത്തിയത് പരിശുദ്ധ ഖുർആനിലെ സ്വർഗത്തെക്കുറിച്ചുള്ള ആയത്തുകളാണ്. പ്രിയപ്പെട്ടവരെ, വഴിതെറ്റുമെന്ന് തോന്നുമ്പോൾ ഖുർആനിന്റെ നരകത്തിലെ കുറിച്ചുള്ള ആയത്തുകൾ കേട്ട് പഠിച്ച് വേറെ ആരും പറഞ്ഞു തരാനൊന്നും ഉണ്ടാവില്ല. മുമ്പൊക്കെ നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോഴേ നമ്മളെയൊക്കെ, നിങ്ങൾ നാട്ടിൽ നിന്ന് വന്നാലേ, ഗൾഫിൽ നിന്ന് വന്നാലേ വോട്ടുണ്ടാക്കണ്ടേ, വോട്ട് വേണ്ടേ, വോട്ട് ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ച് നമ്മുടെയൊക്കെ നാട്ടിൽ രാഷ്ട്രീയക്കാർ വരാറുണ്ടായിരുന്നു. ഈ പോക്കിന് ആരെങ്കിലും വന്നോ വീട്ടില് അന്വേഷിച്ചിട്ട് വോട്ട് ഉണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞിട്ട്? ഇല്ല. അഥവാ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ പറഞ്ഞു? വോട്ടല്ലേ, മാണി ഉണ്ടാക്കിയോളി, പൗരത്വം ആയിരിക്കാം എന്നൊക്കല്ലേ. ദീനും അങ്ങനെ തന്നെയാണ്. ഇനി ആരും പറയാനൊന്നും ഉണ്ടാവില്ല, ആരും പറഞ്ഞു തരാനൊന്നും ഉണ്ടാവില്ല. നമ്മളുടെ വഴിയെ ഖുർആനിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ട ആയത്തുകൾ നമ്മൾ അതിൽ നിന്ന് വായിച്ച് കണ്ടെത്തി, ഇടയ്ക്ക് ആരെങ്കിലൊക്കെ ഒന്നൊരു പരീക്ഷ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു ക്ലാസ് ഉണ്ടെന്നോ ഒരു കോഴ്സ് ഉണ്ടെന്നോ പറയുമ്പോ നമ്മൾ അൽഹംദുലില്ലാഹ് പറയാം. എല്ലാം ഒതുങ്ങിക്കൊണ്ടിരിക്കണം. ഖുർആനിനെ കുറിച്ച്, ഖുർആനിന്റെ ജനനാമങ്ങളെ കുറിച്ച്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിനെ കുറിച്ച് ഇമാം സുയൂത്തി റഹ്മഹുല്ലാഹ് പറയുകയാണ്, ഖുർആൻ അൽ മുബീൻ, വ്യക്തമായ ഗ്രന്ഥമാണ്, അന്നൂർ പ്രകാശത്തിന്റെ ഗ്രന്ഥം, അർ-റഹ്മാൻ കാരുണ്യത്തിന്റെ ഗ്രന്ഥം, അശ്ശിഫാ ശമനത്തിന്റെ ഗ്രന്ഥം, അൽ വാഇദ് ഉപദേശ ഗ്രന്ഥം, അൽ മുബാറക് അനുഗ്രഹീത ഗ്രന്ഥം, അൽ വഹബ് വരദാന ഗ്രന്ഥം, അൽ ഖയ്യിം അതിശക്ത ഗ്രന്ഥം, അർ-റൂഹ് ആത്മീയ ഗ്രന്ഥം, അൽ ഹാദി മാർഗദർശന ഗ്രന്ഥം, അൽ മുനാദി വിളംബരത്തിന്റെ ഗ്രന്ഥം, അൽ അജബ് അത്ഭുതത്തിന്റെ ഗ്രന്ഥം, അൽ ബഷീർ സന്തോഷ വാർത്ത അറിയിക്കുന്ന ഗ്രന്ഥം, അൽ
കഥ പറയുന്ന ഗ്രന്ഥം ഒരു ഖുർആനല്ലേ? അതൊരു വീട്ടിലേക്ക് ആദ്യം ഇങ്ങനെ കൊണ്ടുചെന്ന് ഉസ്താദിന്റെ കയ്യിൽ പിടിച്ച് വീട് കൂടുമ്പോ പോരെ എന്ന് വിചാരിക്കണ്ട. പരിശുദ്ധ ഖുർആനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നാമങ്ങൾ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചതാണ്. നമുക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പക്ഷേ നമ്മളുടെ മുമ്പിൽ അടയപ്പെടുന്ന വാതിലുകളുടെ എണ്ണത്തേക്കാൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്ന 6000-ൽ ചില്ലാനം വചനങ്ങളുണ്ട്. നമ്മളൊരു മൊബൈൽ നോക്കിയിട്ട് അതിൽ മെസ്സേജ് ഇങ്ങനെ വന്നു കിടക്കാൻ, വാട്സപ്പ് ഇങ്ങനെ നോക്കുമ്പോ അതിൽ ഒരുപാട് മെസ്സേജുകൾ വന്നു കിടക്കുകയാണ്. ഒരുപാട് മെസ്സേജ് വന്ന് കിടക്കുമ്പോ ആ മെസ്സേജുകൾ ഇങ്ങനെ ബ്ലിങ് ആയി കിടക്കുമ്പോ നമ്മൾ തുറന്നു നോക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് തുറന്നു നോക്കുകയാണ്. തുറന്നു നോക്കുമ്പോ അതിൽ കണ്ടതന്നെയാണ് ഇവിടെ, ആ വായിച്ച മെസ്സേജ് തന്നെയാണ് ഇവിടെ, ഈ വായിച്ച മെസ്സേജാണ്. അങ്ങനെ നിങ്ങൾ പങ്കെടുച്ചാൽ അങ്ങനെ ഓഫർ ഉണ്ട്. ഇതൊക്കെ കിട്ടിയിട്ട് നമ്മൾ പറയും 360 മെസ്സേജ് തുറന്നു നോക്കിയിട്ട് നമുക്ക് ഉപകരിക്കുന്നൊന്നുമില്ല. പക്ഷെ പരിശുദ്ധ ഖുർആൻ ആ മെസ്സേജുകൾ 6000-ൽ ചില്ലാനം മെസ്സേജുകൾ വന്നിട്ട് നമുക്കത് തുറന്നു നോക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഒരായത്ത് പോലും അതിൽ നിന്ന് ഒഴിവാക്കാനുണ്ടായിട്ടില്ല. ആ ആയത്ത് അതെനിക്ക് ബന്ധമല്ല. ഒരു പ്രവാസ ലോകത്ത് ജീവിച്ച ഒരു സഹോദരൻ, കാലം കുറെ മുമ്പാണ് കേട്ടോ, അദ്ദേഹം നാട്ടിൽ ചെറിയൊരു ക്ലാസ്സിനൊക്കെ പോയിട്ടോ. അങ്ങനെ പോയിരിക്കുമ്പോ അദ്ദേഹം പഠിച്ച ഒരു 2 ആയത്തുണ്ടായിരുന്നു. അദ്ദേഹം അത് അത്ര കാര്യമായിട്ട് പഠിച്ചാലോ, വെറുതെ അങ്ങനെ പോയിരുന്നതാ. അങ്ങനെ അദ്ദേഹം ഗൾഫിൽ വന്നപ്പോ പറഞ്ഞ വിസയല്ല അദ്ദേഹത്തിന് കിട്ടിയത്. ഒരു മരുഭൂമിയിലൂടെ ആട് നിൽക്കുന്ന ജോലിയായി. അങ്ങനെ ആട്ടിടയനായി 3 മാസം കുളിക്കാതെയും അലക്കാതെയും വൃത്തിഹീനമായി ഭക്ഷണമൊന്നും കിട്ടാതെ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോ ചെറിയൊരു കുന്ന് കണ്ടപ്പോൾ ആ കുന്നിന്റെ മുകളിൽ ഇരുന്നപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ ഇനി ആത്മഹത്യ ചെയ്യുകയാണ്. അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല. എന്തു ചെയ്യാൻ? ആ സമയം അയാൾ ആ കുന്നിൻ മുകളിൽ വെച്ച് ആടുകളെ നോക്കിക്കൊണ്ട് അയാൾ ഇങ്ങനെ നോക്കിയപ്പോ അയാൾക്ക് തോന്നി, ഞാനൊരു ആയത്ത് പഠിച്ചിട്ടുണ്ട്, പ്രയാസത്തോടൊപ്പമാണ് എളുപ്പം. അയാൾ ആ 2 ആയത്ത് അയാൾ ഓർത്തു. അയാൾ അല്പം കാത്തു, അല്പം പ്രതീക്ഷ വെച്ചു, അല്പം സഹിക്കാം, റബ്ബ് പ്രതീക്ഷ നൽകും. കുറെ കഴിഞ്ഞപ്പോൾ ഒരു മരുഭൂമിയിലൂടെ ഒരു വാഹനം ഓടി വരുന്നു. ആ വാഹനക്കാരന്റെ കൈ നീട്ടി. അയാൾ ഒരു ബധുവായിരുന്നു. അയാൾ ആ വിവരമറിഞ്ഞ് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ മരുഭൂമിയിലൂടെ കൊണ്ടുപോയി എംബസിയിലെത്തിച്ച് എംബസിയിൽ നിന്ന് താൽക്കാലിക പാസ്പോർട്ട് നൽകി നാട്ടിലെത്തി. അയാൾ മഹലിന്റെ പള്ളിയിൽ ചെന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ ഒരുപാട് ആയത്ത് ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആന്റെ 2 ആയത്ത് ഞാൻ യാദൃച്ഛികമായി കേട്ടതാണ്. ഈ നിജൂം എന്ന് പറയുന്ന ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്റെ ജീവൻ രക്ഷപ്പെടുത്തിയെന്നാണ്. അങ്ങനെ പരിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും നമുക്ക് മോചനം നൽകുന്നതാണ്, നമ്മളെ പിടിച്ചു നിൽക്കുന്നതാണ്, നമ്മുടെ വിഷമങ്ങളെ തീർക്കുന്നതാണ്, നമ്മുടെ ഭാര്യയുടെ സങ്കടത്തെ തീർക്കുന്നതാണ്, നമ്മുടെ കിടപ്പറയിലെ ഒരുപാട് സങ്കടങ്ങളെ അത് ചിലപ്പോൾ മാറ്റിയേക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരുപാട് രോഗം, ഞാൻ കയറി വരുമ്പോ ഒരു കുഞ്ഞ് ഒരു വീൽ ചെയറിൽ ഇരിക്കുകയാണ്. ആ കയറി ഇങ്ങനെ വരുമ്പോ അവന്റെ മുഖം നല്ല പ്രസരിപ്പുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ അവന്റെ അടുക്കലേക്ക് തല കൊണ്ടുപോയി വെച്ചിട്ട് കുറെ സംസാരിച്ചു. അവൻ സംസാരിക്കുമ്പോ ഒരു പ്രത്യേകമായ സ്നേഹം ഞങ്ങൾ തമ്മിൽ വന്നു. ആരാണ് ഉപ്പ എന്ന് അന്വേഷിച്ചില്ല. അല്പം കഴിഞ്ഞപ്പോൾ എന്റെ സുഹൃത്ത് വന്ന് പറഞ്ഞത് എന്റെ കുഞ്ഞാണ് നോക്കുന്നുവല്ലോ. പ്രതീക്ഷയോടെ അള്ളാഹു ഓരോ പരീക്ഷണങ്ങൾ തരുമ്പോൾ നമുക്ക് പരീക്ഷണങ്ങളെ അതിജയിക്കാൻ പരിശുദ്ധ ഖുർആനിന്റെ പഠനം നടത്തുന്ന ഒരു കേന്ദ്രത്തിൽ വന്ന് നമ്മളുടെ കുഞ്ഞുമക്കൾക്ക് സന്തോഷിക്കാൻ ആകുന്നത് അള്ളാഹു നൽകുന്ന നമുക്ക് സമാധാനമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സതകൂനു ഫിത്ന, ഒരു ലോകത്തൊരു പരീക്ഷണം വരാനുണ്ട്. അപ്പോൾ ചോദിച്ചു, വഖുൽതുമൽ മുഖ്രിജു മിൻഹാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഈ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ ഞങ്ങൾക്ക് എന്താണ് മാർഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ വാർത്തകളാണത്. നിങ്ങൾക്ക് ശേഷമുള്ളവർക്കുള്ള വിവരങ്ങളാണത്. നിങ്ങൾക്കിടയിലുള്ള വിധികർത്തൃത്വമാണ് അതിലുള്ളത്. തമാശക്ക് വേണ്ടി അവതരിക്കപ്പെട്ടതല്ല, സത്യവും അസത്യവും വേർതിരിക്കാനുള്ളതാണ്. മൻ തറകഹു മിൻ ജബ്ബാർ
ആരെങ്കിലും ആ ഗ്രന്ഥത്തിന്റെ ഉത്ബോധനത്തെ ഒഴിവാക്കി തള്ളിയാൽ അള്ളാഹു അവനെ പിച്ചി ചെയ്യുന്നതാണ്. അതല്ലാത്ത മാർഗം ആരെങ്കിലും പ്രതീക്ഷിച്ചാൽ അള്ളാഹു അവനെ വഴിതെറ്റിക്കുന്നതാണ്. അത് അള്ളാഹുവിന്റെ ഉറച്ച പാശമാണ്. യുക്തിപൂർണനായ റബ്ബിന്റെ ഉത്ബോധനമാണ്. അത് നിങ്ങളെ ക്ഷണിക്കുന്ന യഥാർത്ഥമായ മാർഗമാണ്. ഇച്ഛകളും ആഗ്രഹങ്ങളും പൂതിവെച്ചു പോകുന്നവന് ഒരിക്കലും ആ ഗ്രന്ഥം കൊണ്ട് വഴിതെറ്റിപ്പോകുന്നതല്ല. നാവ് കൊണ്ടൊരിക്കലും വിക്കുണ്ടാകുന്നതല്ല. പണ്ഡിതൊരിക്കലും പണ്ഡിതൻ അതിൽ നിന്ന് വിശപ്പെടങ്ങുകയില്ല. ആവർത്തിച്ചത് പാരായണം ചെയ്താലോ പാരായണം ചെയ്യുന്നത് കേട്ടാലോ നിങ്ങൾക്കൊരിക്കലും മടുപ്പ് തോന്നുകയില്ല. അതിന്റെ അത്ഭുതങ്ങൾ ഒരിക്കലും കെട്ടടങ്ങുകയില്ല. ആരെങ്കിലും അതിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചാൽ അവൻ സത്യം പറഞ്ഞിരിക്കുന്നു. ആരെങ്കിലും അതിന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്താൽ അവന് പ്രതിഫലം ഉറപ്പായിരിക്കുന്നു. ആരെങ്കിലും അതുകൊണ്ട് വിധിച്ചാൽ അവൻ നീതി പുലർത്തിയിരിക്കുന്നു. ആരെങ്കിലും ആ ഗ്രന്ഥത്തിലേക്ക് ക്ഷണിച്ചാൽ അവൻ അവരെ ആ മനുഷ്യനെയോ ആ സമൂഹത്തെയോ സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ജോലി ഇത്രയും മഹത്തരമാണ്. നമ്മൾ കാത്തിരിക്കുന്ന റമളാൻ അത് ഖുർആൻ വായിക്കാനുള്ളതാണ്. പലപ്പോഴുമൊക്കെ ഇനി ചാനലുകാരൊക്കെ ഇങ്ങനെ വരാറുണ്ട്, റമളാൻ വരികയാണല്ലോ, റമളാനിന്റെ വിഭവങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ ഓരോ ജില്ലന്റെ തലശ്ശേരിക്കാര് വേറെ, കണ്ണൂർക്കാര് വേറെ, കാസർഗോഡുകാര് വരെ ഒക്കെ വ്യത്യസ്ത, മലപ്പുറംകാർക്ക് വേറെ വേറെ വിഭവങ്ങൾ ഇങ്ങനെ പറയുമ്പോ അതിനിടയിൽ നമുക്ക് ഓർമ്മ വരുന്നത് ഞങ്ങൾക്കുള്ള വിഭവം ഖുർആനാണ്. ആ ഖുർആനാകുന്ന ആ ഭക്ഷണം, അതിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വ്യത്യസ്ത ആയത്തുകൾ, അതിലെ ഹർഫുകൾ, ഉസ്താദ് പറഞ്ഞതുപോലെ ഹർഫുകൾ നമുക്ക് ഭക്ഷണമാണ്. നോക്കൂ നിങ്ങൾ, പ്രയാസം അത് ഇറക്കാനുള്ളതാണ്. നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, കഷ്ടതകൾ ഉണ്ടാവും. അത് അവിടെ ലഭ്യടക്കം ഉണ്ടാവും. അവിടെ ഇഖാമ ശരിയാക്കാൻ പ്രയാസമുണ്ട്, അവിടെ കാർഡ് കിട്ടിയിട്ടുണ്ടാവില്ല. ഇതൊക്കെ ഓരോന്ന് കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാം കഴിഞ്ഞ് ഒരു രാജ്യത്ത് നിന്ന് തിരിച്ചു പോകുമ്പോ പ്രവാസികളായ ആളുകള് എല്ലാം കടയൊക്കെ പൂട്ടി കൊറോണ വന്ന് പോകുമ്പോ അവിടത്തെ ആളുകളോട് പത്രക്കാർ ചോദിച്ചു, ഒരു രാജ്യത്ത് നിങ്ങൾ നിന്ന് അവസാനം അവിടെ സ്വദേശി വൽക്കരണത്തെ വന്നപ്പോ നിങ്ങൾ തിരിച്ചു പോന്നു, നിങ്ങളെ വെറും കൈയോടെ മടക്കി വിട്ടതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരു ഉപ്പ പറയാണ്, എന്റെ കയ്യിൽ വന്നപ്പോൾ ഈ പാസ്പോർട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു പാസ്പോർട്ട് എന്ന 14 പേജിന്റെ ഒരു ബുക്കുമായി വന്നതാണ്. എന്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചു, എന്റെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു, മക്കളെ കെട്ടിച്ചു, ഒരു വീട് വെച്ചു, പറമ്പ് വാങ്ങി, എനിക്ക് തെങ്ങും തോപ്പുണ്ട്, റബ്ബറുണ്ട്, എല്ലാം ആ നാട്ടിൽ നിന്ന് റബ്ബെനിക്ക് തന്നതാണ്. ആ റബ്ബിന് ശുക്ർ പറയാനും ആ രാജ്യത്തിന്റെ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നതെന്നാണ്. പ്രവാസ ലോകത്ത് ജീവിക്കുന്നവരെ, മനസ്സ് കടുത്തുപോയി കാണും. ചിലപ്പോ നമ്മൾ കുറെ നിൽക്കുമ്പോഴേ നമ്മളിങ്ങനെ അധ്വാനിക്കുക, പുരക്കാരിങ്ങനെ തിന്നുക, നമ്മളിങ്ങനെ അധ്വാനിക്കുക, പുരക്കാരിങ്ങനെ തിന്നുക എന്നൊക്കെ കേൾക്കുമ്പോ ചിലപ്പോൾ തോന്നും, അല്ല, നമ്മുടെ ഉപ്പ ഭക്ഷിക്കുന്നു, നമ്മുടെ ഉമ്മ ഭക്ഷിക്കുന്നു, നമ്മുടെ കുട്ടികൾ ഭക്ഷിക്കുന്നു, നമ്മുടെ ഭാര്യ ഭക്ഷിക്കുന്നു, നമ്മളും ഭക്ഷിക്കുന്നു. അല്ലാഹുവാണ് എല്ലാം നൽകുന്നത്, അല്ലെ? പ്രയാസങ്ങളെ മറികടക്കുന്നത് നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോ കേൾക്കുക. ഖുർആൻ പ്രയാസത്തിന് വേണ്ടിയല്ല, റബ്ബിനെ ഭയപ്പെടുന്നവർക്ക് ഉത്ബോധനമാണ്. ആ ആയത്തിലൂടെ നമ്മൾ ഇങ്ങനെ പോകുമ്പോ നമ്മൾ തിന്നാൻ കൊടുക്കണതിന്റെ പുണ്യം, നമ്മൾ നന്മ ചെയ്യുന്നതിന്റെ പുണ്യം, നമ്മൾ ദഅവത്ത് നടത്തുന്നതിന്റെ പുണ്യം ഒക്കെ നമുക്കതിൽ വായിച്ചെടുക്കാനാവും. അപ്പൊ നമ്മൾ വായിക്കുന്ന പത്രത്തിന്റെ ആ പത്രത്താളുകൾ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളാകുമ്പോൾ നമുക്ക് ഗുണം ലഭിക്കും. പരിഗണനയും പാരായണവും ഒന്നും ഇല്ലാത്ത നമ്മളെ കുറിച്ചല്ലട്ടോ നമ്മൾ ഓതുന്നുണ്ട്, രാവിലെ ഓതും, ശനിയാഴ്ച
അവിടെ വരും, കുട്ടികൾ ഓതും. അതേപോലെ തന്നെ ഞായറാഴ്ച വാപ്പ വരും. ഞായറാഴ്ച വാപ്പ വരുമ്പോ ഉമ്മയും വരും. കാറ് പാർക്ക് ചെയ്യാൻ ചിലപ്പോൾ പൈസ കൊടുക്കേണ്ടി വരും. എന്നാലും നമ്മളൊക്കെ വന്ന് നിന്ന് ആ ഖുർആന് ശനിയും ഞായറും നമുക്ക് ഓഫ് തന്നത് ചിലപ്പോ ഇതിനു വേണ്ടിയായിരിക്കും. അങ്ങനെ വന്ന് നമുക്ക് പൈസ ഉണ്ടാവും. ചിലപ്പോൾ 2 ഫ്ലാറ്റ് ഉണ്ടാവും, ചിലപ്പോൾ ഒരു മൊത്തത്തിലുള്ള ഫ്ലാറ്റ് ചിലപ്പോൾ നമ്മളതേക്കാരാം. നമുക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടാവും. വലിയ സമ്പന്നനായ ഒരുപാട് അരികളുടെ കച്ചവടം നടത്തുന്ന ഒരു ഷോപ്പിലേക്ക് ഒരു കളക്ഷന് വേണ്ടി ചെന്നപ്പോ അവിടെ അമാനി മൗലിയുടെ തഫ്സീർ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ആ കാഷ്യറായ മുതലാളി ഖുർആന്റെ ആയത്തുകൾ ഇങ്ങനെ വായിക്കേട്ടോ. അപ്പൊ പിറകിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ഒരു മദ്രസയുടെ കാര്യത്തിന് വേണ്ടി വന്നതാണ്, നിങ്ങൾ ഖുർആൻ വായിക്കുകയാണല്ലേ. അപ്പൊ അദ്ദേഹം പറയാണ്, ഇത്ര തിരക്കിൽ നിങ്ങൾ എന്തിനാണ് ഇത് തുറന്നു വെച്ചത് എന്ന് ഞാൻ ചോദിച്ചു പോയി. അദ്ദേഹം എന്നോട് പറയാണ്, ജൗഫറെ 16 ഐറ്റം അരി ഉണ്ട് എന്റെ പീടിയില്, 16 ഐറ്റം അരി. ആ ഓരോന്നിന്റെ വില അറിയാം. എന്നിട്ട് അള്ളാഹ് ഇറക്കി തന്ന ഈ ഖുർആന്റെ വില അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഈ അരിന്റെ വില അറിഞ്ഞിട്ട് എന്താ എനിക്ക് കാര്യം? അതുകൊണ്ട് റമദാനിൽ ഒരാവർത്തിയെങ്കിലും അമാനി മൗലയുടെ തഫ്സീർ വായിക്കാൻ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിധിയാൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. സമ്പത്ത് ഒരു ഭാഗത്തുണ്ടാകുമ്പോഴും ആ സമ്പന്നതയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അള്ളാഹു ഇറക്കി തന്ന സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന നിങ്ങളോട് അത് പറയേണ്ടതില്ല. ഖുർആൻ പറയാം, تعجبون وتضحكون ولا تبكون وأنتم سامدون. നിങ്ങൾ അത്ഭുതം കൂറിയിരിക്കുകയാണോ? നിങ്ങൾ ചിരിച്ചു നടക്കുകയാണോ? ولا تبكون നിങ്ങളാരും കരയുന്നത് കാണുന്നില്ല. وأنتم سامدون നിങ്ങൾ ഇങ്ങനെ ലഹരിയിലും ആസ്വാദനത്തിലുമൊക്കെ മുഴുകി നടക്കുകയാണോ? എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്? അല്ലേ, ഒരുപാട് ആസ്വാദനത്തിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. അങ്ങനെ ആസ്വദിച്ച് നടന്ന് അങ്ങനെ ശനി ആസ്വദിച്ച് ഞായർ ആസ്വദിച്ച് ചിരിച്ച് അടിച്ച് പൊളിച്ച് എല്ലാത്തിനും പോയി അതിന്റെ ഇടയിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി നമുക്ക് ഒരുപാട് ചെസ്റ്റിനെ കടിച്ചിട്ടും ജീവൻ തിരിച്ചു കിട്ടാതെ 3 കഷ്ണത്തിൽ പൊതിഞ്ഞ് ഒരു വാഹനത്തിൽ വെച്ച് നമ്മളെ കൊണ്ടുപോകുമ്പോൾ നോക്കൂ നിങ്ങൾ, ഒരു പിതാവും ഒരു മാതാവും കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പരീക്ഷണത്തിന് വിധേയരായി ആ 4 മക്കളുടെ മയ്യത്ത് മറമാടപ്പെട്ടത് നമ്മളുടെ സമീപ പ്രദേശത്താണ്. ഒരു ഉപ്പയും ഉമ്മയും ആ 4 മയ്യത്ത് ആ ഇറക്കപ്പെടുന്നത് ഫലസ്തീനിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ നാട്ടിൽ ആദ്യമാണ്. എങ്കിലും നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഈ കുഞ്ഞുമക്കൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപരിലോകത്തേക്ക് പോകുമ്പോ കുറെ കുട്ടികള് കളിക്കണ കണ്ടു. നടുക്കൊരു വാപ്പയുണ്ട്. അപ്പൊ റസൂലുള്ളാഹി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, അത് ആരാണ് ആ കളിക്കുന്നത്? അത് മക്കളായി നിൽക്കെ ഉമ്മമാർക്കും ഉപ്പമാർക്കും നഷ്ടപ്പെട്ടു പോയ മക്കളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കളിക്കണീന്റെ നടുക്കൊരു ബാപ്പുണ്ടല്ലോ, ഒരു ആളുണ്ടല്ലോ, അതാരാ? അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അങ്ങനെ പോയ മക്കൾ നാളെ കളിക്കുക. പരലോകത്ത് നമ്മൾ എത്തിപ്പെടുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെയായിരിക്കും. സങ്കടപ്പെടുന്നുവെങ്കിലും സമാധാനിക്കുക. ദീൻ നമുക്ക് നൽകുന്നത് എതിർ സാക്ഷ്യമുണ്ടാകരുത്. ഒരു പണ്ഡിതന്റെ പ്രഭാഷണം ഒരു കാറിൽ ഒരു കൂട്ടുകാരന്റെ കൂടെ പോകുമ്പോ അതിൽ നിന്ന് ഞാൻ കേട്ടുപോയതാണ്. ഒരു ഖുർആൻ നിങ്ങൾക്കുള്ളതാണ്, ഒരു ഖുർആൻ നിങ്ങളുടെ ഭാര്യയ്ക്കുള്ളതാണ്, ഒരു ഖുർആൻ നിങ്ങളൊരു അതിഥി വരുമ്പോ കൊടുക്കാനുള്ളതാണ്. അതിനപ്പുറമുള്ള ഖുർആനുകൾ കെട്ടിവെച്ച് ഒരുപാട് ഷോക്കേസിൽ വെച്ച് അവിടെ അങ്ങനെ കിടക്കുന്ന ഖുർആൻ നാളെ നിങ്ങൾക്ക് എതിർ സാക്ഷിയായി വരുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുക എന്നാണ്. നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെയല്ല പറയട്ടോ. ഇപ്പൊ ഹജ്ജിനോ ഉംറക്കൊക്കെ പോയാല് ആളുകൾ എല്ലാം വാങ്ങൂട്ടോ, എല്ലാം വാങ്ങി. അപ്പൊ ഖുർആൻ അവിടെ കൊടുക്കുന്നുണ്ട്, ഖുർആൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഉമ്മാക്കുള്ള ഖുർആൻ, ബാപ്പാക്കുള്ള ഖുർആൻ, വല്ലിപ്പാക്കുള്ള ഖുർആൻ ഒക്കെ വാങ്ങൂട്ടോ. ഒക്കെ സൗജന്യമായിട്ട് കിട്ടുന്നൊക്കെ വാങ്ങി അവസാനം ലഗേജ് കെട്ടുമ്പോ എല്ലിട്ട് അവസാനം അവിടുന്ന് പറയും 5 കിലോ കൂടുതലാണ്, ഈത്തപ്പഴം ഒഴിവാക്കാൻ വയ്യ, പിന്നെ മറ്റേ ബാക്കിയുള്ള ബദാം ഒഴിവാക്കാൻ വയ്യ, പശുമുട്ടായി ഒഴിവാക്കാൻ വയ്യ. അവസാനം കാണാം കട്ടിലിന്റെ ഒരു ഭാഗത്ത് പെട്ടികൾ വിലപ്പെട്ട ഖുർആൻ അവിടെ വെച്ചിട്ട് അവർ പോകും. നാട്ടിലെത്തിയിട്ട് ഇതൊക്കെ കൊടുത്ത് വിതരണം ചെയ്ത് കഴിഞ്ഞിട്ട് ആ കാത്തിരിക്കുന്ന വല്യമ്മ ചോദിച്ചു, എനിക്ക് വലിയ ഖുർആൻ ഇഞ്ചി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഉമ്മ ഞാൻ വാങ്ങിനു
അതെന്ത് ചെയ്തു? കട്ടിലിന്റെ ചോട്ടിൽ വെച്ചു. അങ്ങനെ പലപ്പോഴും നമ്മളാൽ കട്ടിലിന്റെ ചോട്ടിൽ വെക്കപ്പെടുകയോ ലഗേജിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ അതൊന്നും ഒരു വേസ്റ്റ് ആക്കാറിൽ ഉത്തരവാദപ്പെട്ടെടുത്ത് നമ്മൾ വെക്കും. ഖുർആൻ ഒരു വലിയ സമ്മാനമാണ്. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. നാളെ ഈ പറയുന്ന എതിർ സാക്ഷ്യത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. റബ്ബേ, ഞങ്ങൾ പ്രവാസ ജീവിതം നയിച്ചവരായിരുന്നു. ഞങ്ങളുടെ ഫ്ലാറ്റുകളിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഖുർആൻ ഉണ്ടായിരുന്നു. ആ ഖുർആൻ ഞങ്ങൾക്ക് വായിക്കാൻ സൗകര്യമുണ്ടായിരുന്നു. ആധുനികത സാങ്കേതികതയുടെ കാര്യത്തിൽ മുന്നിൽ നിന്നപ്പോൾ മൊബൈലുകൾ ഞങ്ങളുടെ സമയം കളഞ്ഞു. അതുപോലെ കമ്പ്യൂട്ടറുകൾ ഞങ്ങളുടെ സമയം കളഞ്ഞു. അവസാനം ഓതപ്പെടേണ്ടുന്ന ഖുർആൻ അതിൽ നിന്നെടുക്കാൻ സമയം കിട്ടിയില്ല. വഖാല റസൂലു, റസൂല് പറയും, യാ റബ്ബി, എന്റെ റബ്ബേ, ഇന്ന ഖൗമി, ഇതെന്റെ ഉമ്മത്ത് തന്നെയാണ്, ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, അവർ ഈ ഖുർആനിനെ വലിച്ചെറിയുകയാണ് ചെയ്തിരിക്കുന്നത്. പിറകോട്ട് വലിച്ചെറിയുന്ന, പിറകോട്ട് നമ്മൾ വലിച്ചെറിഞ്ഞിട്ടല്ലോ പറയുന്നത്. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകള് നമ്മൾ കേട്ടു, നമ്മൾ പഠിച്ചു, നമ്മൾ മനസ്സിലാക്കി. അപ്പോ നമ്മൾ അതിനനുസരിച്ച് ജീവിക്കുന്നു. അതിനെ ഒഴിവാക്കാതിരിക്കുന്നു. കുളിർമയും രോമാഞ്ചവും ഖുർആൻ നൽകും. ആസ്വാദനത്തിന്റെ ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്നാ മൻ ലം യതഗന്നാ ബിൽ ഖുർആൻ. ഖുർആൻ കൊണ്ട് രാഗാത്മക ശബ്ദമെടുക്കാത്തവൻ എന്ന് പറഞ്ഞാൽ സംഗീതമായ ശബ്ദമാണ് ഖുർആൻ. അതിനെ ഭംഗിയോടുകൂടെ പാരായണം ചെയ്യാൻ സൗകര്യവും സൗഭാഗ്യവും കിട്ടിയിട്ട് ആ ശബ്ദം ഉപയോഗപ്പെടുത്താത്തവൻ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഓതുന്നൊക്കെ ഖുർആൻ തന്നെയാണ്. എന്നാലും നല്ല ശബ്ദമധുര. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ആയത്തിങ്ങനെ കേട്ടില്ലേ, അബ്ദുള്ള സാഹിബിന്റെ ആ ആയത്തിങ്ങനെ കേൾക്കുമ്പോ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ആയത്ത് തന്നെയാണ്. പക്ഷെ എന്നാലും ആ സൗന്ദര്യത്തോടു കൂടി കേൾക്കുമ്പോ നമുക്കൊരു മടുപ്പ് തോന്നിയല്ലോ. അങ്ങനെ ഖുർആനിന്റെ സൗന്ദര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ശബ്ദമാധുര്യം കൊണ്ട് ഖുർആനിന്റെ പ്രഭലോകത്തെത്തിച്ചാൽ അതിന്റെ പുണ്യം നമുക്കാണ്. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വിശ്വാസിയുടെ അവന്റെ ചർമ്മം രോമാഞ്ചമണിയുന്നതാണ്. യഖ്ശൗന റബ്ബഹും, അവന്റെ റബ്ബിനെ ഭയപ്പെടുന്നു. സുമ്മ തലീനു ജുലൂദുഹും, അവന്റെ തൊലി വിനീതമാവുകയാണ്. വഖുലൂബുഹും, അവന്റെ ഹൃദയവും ഇലാ ദിക്രില്ലാഹ്, ഖുർആനിന്റെ ആവശ്യതയിലേക്ക്. നാദാപുരത്തിനടുത്ത് നിന്ന് ഒരു ടാക്സി കാറ് രാത്രി 1 മണിക്ക് കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോരുകയാണ്. ഡ്രൈവർ മാത്രമേ ഉള്ളൂ, പിക്കപ്പ് ചെയ്യാൻ വേണ്ടി പോരുകയാണ്. പോരുന്ന വഴിയിൽ ഖുർആനിന്റെ ആയത്ത് ഇട്ട് അതിന്റെ അർത്ഥം വെച്ച് ഇങ്ങനെ പേടിയാകാതെ പാതിരല്ലേ, ആരുമില്ല. അപ്പൊ ഒറ്റക്കാണ് ഇത് ഖുർആനൊക്കെ വെച്ച് ഇങ്ങനെ പോരുമ്പോഴാണ് കുറ്റ്യാടി അങ്ങാടിയിൽ നിന്ന് ഒരു സ്ത്രീയും ഒരു പുരുഷനും, രണ്ട് ഹിന്ദുവായ ഒരു സ്ത്രീ ഒരു പുരുഷനും കൈ കാണിച്ചു. അവര് ആശുപത്രി കേസായിട്ട് പോവുകയാണ്. അവര് കാറിൽ കയറിയപ്പോൾ ഈ മുസ്ലിം സഹോദരനായ ആ നാദാപുരത്തുകാരൻ വേഗം എന്ത് ചെയ്തോ, സെറ്റ് ഓഫാക്കി. അവന്റെ കാറിലെ സ്വിച്ച് ഓഫാക്കിയപ്പോ ഈ കയറി രണ്ടുപേരും ചോദിച്ചു, മോനെ എന്തിനാണ് ഓഫാക്കിയത്? ഞങ്ങൾ ആശുപത്രിക്ക് പോവുകയാണ്, ഞങ്ങൾ വിഷമവും പ്രയാസമൊക്കെ ഇട്ട് പോവുകയാണ്, നീ ആ വെച്ചതൊന്നും കൂടി വെക്കുന്ന. കോഴിക്കോട് വരെ അത് കേട്ട് നിശബ്ദമായി ആ ഹിന്ദുവായ സഹോദരനും ഹിന്ദുവായ സഹോദരി കേട്ടുന്നിട്ട് അവർ പറഞ്ഞുപോയി, മോനെ ഇത്രയും നല്ല കാര്യങ്ങൾ കേൾപ്പിക്കുന്നത് നീ ഒരിക്കലും എന്ത് ചെയ്ത് ഓഫാക്കരുത്, ഞങ്ങൾക്കൊന്നും
ഫാമിലി നമ്മുടെ വീട്ടിലെത്തി നമ്മുടെ ഫ്ലാറ്റിൽ പോയി താമസിക്കുകയാണ്. അപ്പോ നമ്മൾ പഴയ സുഹൃത്തുക്കളൊക്കെ കാണാൻ ചോദിക്കാം, അതിനെപ്പറ്റി കണ്ടതാണ് സംഭവങ്ങൾ കണ്ടാണ് കാണാത്ത അങ്ങനെയല്ല ഇപ്പല്ല ഞാൻ അങ്ങനെ അത്രത്തോളം ഒന്നുമില്ല. അതേ ഇപ്പോൾ ഒരുപാട് തിരക്കാണ്. സുഹൃത്തെ ഓർക്കുക, വാർത്തകൾ പോയിട്ട് തരുമ്പോ അത് അബ്ബിലോട്ട് നമ്മൾ കൂടുതൽ ചെയ്യുന്നതാണ് ദീനിനെ വിട്ടാലോ വിട്ടില്ലെങ്കിലോ എന്താപ്പോ വിട്ടാല് എന്ന് ഞാൻ ചിന്തിക്കുന്ന നേരത്താണ് എന്റെ ഇടത്തെ വശത്ത് വേദന വന്ന് എന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ നിന്ന് എന്റെ മരണം സ്ഥിരീകരിച്ച് എന്നെ ഒരു പെട്ടിയിലാക്കി ഏതെങ്കിലും ഒരു എയർ ഇന്ത്യന്റെയോ അല്ലെങ്കിൽ ഫ്ലൈ ദുബായിന്റെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് നാട്ടിൽ കൊണ്ടുവന്നിറക്കി മഹല്ല് പള്ളിയിൽ പൊതുജനം മുഴുവൻ കാത്തിരിക്കുമ്പോൾ ആ ദീനിയായ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞ് ആ ഹാലിങ്ങനെ പറയുമ്പോ നമുക്ക് തിരിച്ചു പറയാൻ ഞാൻ അത്ര ദീനി പിന്നെ ആയിട്ടില്ലായിരുന്നു എന്ന് പറയാൻ നമുക്ക് ഗതിയില്ലാതിരിക്കാൻ ഖുർആൻ പറയാം, വലാ തകൂനൂ കല്ലദീന ഖദത് ഗസലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. മക്കയിലെ ഭ്രാന്തിപ്പെണ്ണ് പോലെ നിങ്ങൾ ആകാൻ പാടില്ല. റൈത്താ ബിൻത് കഅബ എന്ന് പറയുന്ന ഒരു ഭ്രാന്തിപ്പെണ്ണ് മക്കയിൽ ഉണ്ടായിരുന്നു. അവൾ കയറൊരു ഭാഗത്ത് പിരിച്ചു കഴിഞ്ഞാൽ, കയറ് പൂർത്തിയായി കഴിഞ്ഞാൽ അവൾ കയർ മറ്റൊരറ്റത്ത് നിന്ന് അഴിക്കാൻ തുടങ്ങുന്നതാണ്. നമ്മുടെ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, രാവിലെ മുഴുവൻ വൈകുന്നേരം വരെ വെള്ളം മുക്കി, പിന്നെന്താ പറയാ, വെള്ളം മുക്കി വൈകുന്നേരം എന്ത് ചെയ്തു, വെള്ളം കലമുടച്ചു. അതുപോലെ നിങ്ങളാകരുത്. ഖുർആനിൽ പറയുന്ന ഒരു ചരിത്ര സംഭവം പോലെ പഠിപ്പിച്ചു തരുന്നതാണ്. ഇങ്ങനെ ഓരോ ആയത്ത് കേൾക്കുമ്പോഴും നമ്മൾ പള്ളിയിൽ പോയി ഒരു ഖുത്ബ കേൾക്കുമ്പോ ഇതിൽ കുറെ ആയത്ത് ഓതുമ്പോ നമ്മൾ പറയാം ആ ആയത്ത് ഓനുള്ളതാണ്, ഓനെയാണ് അത്, ഓനങ്ങനെ പൊരിച്ചാണ് ആയത്തുകൊണ്ട്. അപ്പൊ അടുത്ത ആയത്തോത് പറയാം ആ ആയത്ത് മറ്റോന്, അത് അന്ന കുടുംബല്ലേ, അവരെ കുറിച്ചാണ്. ഒരായത്ത് ഞമ്മക്കുള്ളത് ഉണ്ടാവില്ല, ഒക്കെ വേറെല്ലോൽക്കുള്ളത് പോലെ നന്നാക്കാനുള്ളതും. അങ്ങനെ വരുമ്പോ ഉസ്താദ് പറയും ആ ആയത്ത് ഓതുന്നത് അത് എന്നെ കുറിച്ചാണ്, ആ ആയത്ത് പറഞ്ഞത് എന്നെ കുറിച്ചാണ്, ആ ആയത്ത് ഓതിയത് എന്റെ കുടുംബത്തെ കുറിച്ചാണ്. ഉമ്മാനെ നോക്കാതെ നടന്ന ഒരു സഹോദരൻ യാത്രാ മധ്യേ അദ്ദേഹത്തിന്റെ പ്രമുഖമായ ബ്രാൻഡിന്റെ കാറ് ഒരു സൈഡിൽ ഒതുക്കാൻ പറ്റിയ പള്ളി ഒരു സെൽഫി പള്ളിയാ. യാദൃച്ഛികമായി അവിടെ കയറിയപ്പോ ദുർബലനായ ഒരു മനുഷ്യൻ മിമ്പറിൽ ഇങ്ങനെ നിന്നിട്ട് ദുആ ചെയ്യണം. അള്ളാന്റെ റസൂല് ദുആർന്നു, വാപ്പാനി ഉമ്മാനി നോക്കാൻ ഭാഗ്യം കിട്ടിയിട്ട് വാപ്പാനി ഉമ്മാനി നോക്കാതെ അവരിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് വഴുതി പോകുന്നവൻ പോകട്ടെ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള ആമീൻ പറഞ്ഞു. അങ്ങനത്തെ ഒരാളും ഇവിടെ ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് ആ രണ്ടാമത്തെ ഖുത്ബ അവസാനിച്ചു. ഈ വലിയ ബ്രാൻഡിൽ യാത്ര ചെയ്യുന്ന ഈ സഹോദരൻ സ്വന്തം പെങ്ങളെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് പറഞ്ഞു, കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ട് പറഞ്ഞു, മോളെ ഞാൻ ഉമ്മാനെ കൊണ്ടുപോവുകയാണ്. എന്തിനാ ഇജ്ജ് കൊണ്ടോണ്, ഇജ്ജെന്തിനാ ഉമ്മാനെ കൊണ്ടോണ്, ഉമ്മാനെ ഇജ്ജ് നോക്കിയിട്ടോ, ഉമ്മാരെ നിനക്കറിയോ, മുതലേറ്റ് നടക്കല്ലേ, റോൾസ് റോയ് വണ്ടിയിൽ ഇങ്ങനെ ചെത്തല്ലേ, ബലം പിടിച്ച കുപ്പായവും തുണി എടുത്ത് ഇങ്ങനെ ചെത്താനല്ലേ എനിക്ക് ഉമ്മാനെ അറിയോ, എന്തിനാ ഉമ്മാനെ കൊണ്ടോണേ, വല്ല ആധാരം മെല്ലെ വിരല് വെച്ചിട്ട് ഉണ്ടാക്കണം. അല്ല, ഞാൻ ഒരു ഖുത്ബ കേട്ടു. എന്താണ് ഖുത്ബ? ഉമ്മാനും ബാപ്പാനും നോക്കാന്ന ദുനിയാവിലെ വർക്കത്തും പോവും, ഇതൊക്കെ പോകുന്നു കേട്ടു. എന്റെ മനസ്സ് അപ്പോഴും പങ്ങള് പറഞ്ഞു, നീ ചതിക്കാൻ കൊണ്ടുപോകണം. അല്ല അങ്ങനെ ആ ഉമ്മയെ അവൻ ഉയർത്തിക്കെട്ടിയ വലിയ ഒരു കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ആ കൊട്ടാരത്തിൽ വെച്ചാണ് ആ ഉമ്മ വഫാത്താകുന്നത്. രാജകീയമായ ആ കൊട്ടാരത്തിൽ ഉമ്മയുടെ മയ്യത്ത് കാണാൻ ചെന്നപ്പോൾ ആ രാജകീയമായ കൊട്ടാരത്തിനുള്ളിലാണ് ആ ഉമ്മ കിടക്കുന്നത്. ആ മനംമാറ്റം എന്താണെന്നറിയോ? ആ ആയത്തോതിയത് അതീസോതിയത് ഓനാണ്, അത് മറ്റോനാണ് എന്ന് വിചാരിച്ചാൽ ഞാൻ നന്നാവില്ല. ഓരോ ആയത്തുകൾ ഓതുമ്പോ എന്നെയാണ്, എന്റെ കുടുംബത്തെയാണ്, എന്നെയാണ് ആ പറയുന്നത്. അങ്ങനെ ആയത്തുകൾ നമുക്കൊരു എന്താ പറയാ, ശൂന്യമായ സഞ്ചാരത്തിനിടയിൽ നമുക്കൊരു ഉപദേശകനെ പോലെ, ഒരു ഉപ്പയെ പോലെ, ഒരു ഉമ്മയെ പോലെ, നമുക്ക് ഉപദേശിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ, നമ്മുടെ മുമ്പിൽ കരയുന്ന ഒരു
പിഞ്ചോമനയെ പോലെ ഒക്കെ ഖുർആനിലെ ആയത്തുകൾ നമ്മുടെ അരികത്ത് കൂടി ഒഴുകുമ്പോൾ അവയൊക്കെ മാറോട് ചേർത്ത് നെഞ്ചോട് ചേർത്തുകൊണ്ട് ഖുർആനിനെ മനസ്സിലാക്കുന്ന, ഉൾക്കൊള്ളുന്ന, പാരായണം ചെയ്യുന്ന മധുര സംഗീത ഖുർആൻ പാരായണമാണ് ഇവിടുന്ന് നമ്മൾ ഈ സമയം മുഴുവൻ കേട്ടത്. നമ്മുടെ മക്കളാണ്. ആ മക്കളെ വളർത്തിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സംഭവമുണ്ട്. ഒരു ഉപ്പ ഇവിടെ നാട്ടിൽ ഗൾഫിലെത്തി അവിടെ വന്ന് താമസമൊക്കെ ആക്കി ഖുർആനിനെ കുറിച്ചൊക്കെ കേട്ട് അദ്ദേഹം തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചറിയോ? എൻ്റെ മകനെ ഖുർആൻ പഠിപ്പിക്കണം, എൻ്റെ മകനെ ഖുർആൻ പഠിപ്പിക്കണം. അങ്ങനെ നാട്ടിലെത്തി മകനെ 6 വയസ്സായ മകനെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, വാപ്പയായ ഞാൻ നിന്നെ ഖുർആൻ പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുട്ടി വാപ്പാന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങളെ വാപ്പ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ലായിരുന്നു? നിങ്ങളെ വാപ്പ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ലായിരുന്നു? അതില് ആ വിഷമം അയാൾ ഉൾക്കൊണ്ട് അദ്ദേഹം വീണ്ടും ഇവിടെ വന്ന് ഒരു ഉസ്താദിന്റെ അടുത്ത് പോയി ഈ ദുഃഖം പങ്കുവെച്ച് ആ ഉസ്താദിൽ നിന്ന് ഖുർആൻ പഠിച്ച് ആ ഖുർആൻ മധുര സംഗീതമായി ഓതുന്ന ആ ഉപ്പയും ആ ഉപ്പയുടെ മോനും ഈ സദസ്സിലും ഈ സദസ്സിലുണ്ട്. അള്ളാഹു ഇരുവർക്കും കൂട്ടത്തിൽ ഞങ്ങൾക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹത്തായ ഈ സദസ്സ് തന്ന ഈ അവസരം നൽകിയ ഇസ്ലാഹി സെന്ററിനും അതിന്റെ പ്രതിനിധികൾക്കും അതുപോലെ വഫാത്തായി പോയവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഒരു മഹത്തായ രാജ്യത്തിന്റെ മധ്യഭാഗത്ത് നിന്നുകൊണ്ട് ഖുർആൻ ആയത്ത് മധുര സംഗീതമായി ഓതാനും പാടാനും വായിക്കാനും പറയാനും അവസരം നൽകി ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ അള്ളാഹു അവർക്കും അവരുടെ കുടുംബത്തിനും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹത്തായ സമ്മേളനത്തിന്റെ സമാപനം ബഹുമാന്യ ട്രഷറർ, ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ ട്രഷറർ BK സക്കരിയ സാഹിബ് നിർവഹിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മാർഗദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും ഉണ്ടാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചിലവഴിച്ച സമയത്തിന് ഈ ലോകത്തും പരലോകത്തും ഏറ്റവും നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഖുർആൻ സമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ ഭൂമിയിൽ. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹു ആരെന്ന് മനസ്സിലാക്കാതെ ഈ ഭൂമിയിൽ നിന്ന് വിട പറയരുത്. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മയ്യത്ത് ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊക്കെ അറിയാം, മറമാടിയ ആളുകളൊക്കെ തിരിച്ചു പോയാൽ അവിടെ 2 മലക്കുകൾ വരും. അവർ ചോദിക്കും നമ്മളോട്, മൻ റബ്ബുക, നിന്റെ റബ്ബാര്? ഭൂമിയിൽ വെച്ചുകൊണ്ട് അള്ളാഹു ആരെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കണ്ടുപിടിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ നമ്മൾക്കാവുകയില്ല. അള്ളാഹു ആരെന്ന് മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹു പറയുകയാണ് ഖുർആനെ കുറിച്ച്, വകദാലിക ഔഹൈനാ റൂഹൻ മിൻ അംറിനാ മാ കുന്ത തദ്രി മൽ കിതാബ് വലൽ ഈമാൻ വലാകിൻ ജഅൽനാ നൂറൻ നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബത വലാകിൻ ഇന്നക ലാ തഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം. ചൈതന്യവത്തായ ഒരു ഗ്രന്ഥം അള്ളാഹു നിങ്ങൾക്ക് അവതരിച്ചിരിക്കുകയാണ്. അത് പാരായണം ചെയ്യേണ്ടത് മുറപ്രകാരം പാരായണം ചെയ്യണം. ആ ഗ്രന്ഥം അത് ഈമാൻ എന്തെന്നോ
നേരായ വഴി എന്തെന്നോ നിങ്ങൾക്കറിയില്ലായിരുന്നു. അത് മുഖേന അള്ളാഹു നിങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നു, സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കുന്നു. അള്ളാഹു അവന് നമ്മളെ ഉൾപ്പെടുത്തണം. അള്ളാഹു ആരെന്ന് മനസ്സിലാക്കി അള്ളാഹു നൽകേണ്ടുന്ന ഇബാദത്തുകൾ നൽകണമെന്ന് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വിശ്വാസികളോടാണ് പറയുന്നത്. പള്ളിയിൽ കൂടിയിരിക്കുന്ന ഖുതുബ കേൾക്കാൻ വന്നിരിക്കുന്ന ആളുകളോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇത്തഖുല്ലാഹ, അള്ളാഹുവിന് നൽകേണ്ട ഭക്തി മുറപ്രകാരം നൽകണം. വലാ തമൂതുന്ന, നിങ്ങൾ മരിച്ചു പോകരുത്, ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, ഒരു മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ. അതിനർത്ഥം കൊണ്ട് ജീവിച്ചിരിക്കെ അമുസ്ലിം ആയിക്കൊണ്ട് മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതിന് നമ്മൾക്ക് വേണ്ടത് എന്താണ്? സ്റ്റേ കണക്റ്റഡ് വിത്ത് അള്ളാഹ്. അതിന് അള്ളാഹു നമ്മൾക്ക് നൽകിയതാണ് ഖുർആൻ. ആ ഖുർആൻ മനസ്സിലാക്കാതെ അള്ളാഹു ആരെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. പാരായണം മനോഹരമായിട്ട് പാരായണം ചെയ്യുന്നു, പക്ഷേ ആ പാരായണം ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കാത്ത കാലത്തോളം അള്ളാഹു ആരെന്ന് മനസ്സിലാകുകയില്ല. അള്ളാഹു പറയാണ്, അല്ലദീന ആതൈനാഹുൽ കിതാബ്, നിങ്ങൾക്ക് ഞാൻ ഗ്രന്ഥം നൽകുന്നു. അല്ലദീന ആതൈനാഹുൽ കിതാബ് യത്ലൂനഹു ഹഖ്ക തിലാവതിഹി, അതിലെ പാരായണം മുറപ്രകാരം പാരായണം ചെയ്യണം. ഉലൈക യുഅ്മിനൂന ബിഹി, അവിടെയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. അവരതിൽ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നതാണെങ്കിൽ എന്താണ് പാരായണം ചെയ്യുന്നതെന്ന് നമ്മൾക്കറിയണം. ഈ പാരായണം ചെയ്യുന്നതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ്? ലോകത്തിന് ഇന്ന് ഏറ്റവും ആവശ്യം സമാധാനമാണ്. അതെവിടെ നിന്ന് കിട്ടില്ല? ഓൺലൈനിൽ കിട്ടില്ല, Amazon.com കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ അതിന്റെ ഉടമ, ഹൃദയത്തിന്റെ ഉടമ അള്ളാഹുവാണ്. അള്ളാഹു ആരെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആ കാര്യം നമുക്ക് കിട്ടൂ. ഖുർആൻ എന്തിനാണ് അവതരിച്ചതെന്ന് അള്ളാഹു തന്നെ പറയുന്നുണ്ട്. വമൻ തബിഅ ഹുദായ, ആരല്ലാഹുവിന്റെ സന്മാർഗം പിന്തുടരുന്നു, വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സൻ, അതിന് മറിച്ച് വല്ലദീന കഫറു വകദ്ദബു ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. നമ്മൾ തീരുമാനിക്കണം.